ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് ഒരു പൊട്ടറ്റോ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചതുര പീസാക്കി നൈസായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 3-4 പച്ചമുളക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ പൊട്ടറ്റോയും തക്കാളി വലിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക. 1 മിനിറ്റ് നേരെങ്കിലും ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ നടുവിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴി ഉണ്ടാക്കി കൊടുക്കുക. ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് ഒഴിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഒഴിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 5 സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ കോഴിമുട്ടയും ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ പിഞ്ച് ഉപ്പും കുരുമുളകും ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ 3-4 പച്ചമുളക് നടുവ് ചീന്തിയതിട്ട് ഒന്ന് 1 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് കോഴിമുട്ട വേവുന്ന നേരം ഒന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു മിനിറ്റ് കൊണ്ട് കോഴിമുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്തത് കൂടി വിതറി തീ ഓഫ് ചെയ്യാം. പിന്നെ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ നമ്മൾ ഉപ്പും കുരുമുളകും എല്ലാം ഇട്ട സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ വിതറി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിതിൽ വെറും കുരുമുളകും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള അഫ്ഗാനി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റൊട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, ബന്ന് ഇതിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റും. ഇത് സെർവ് ചെയ്യുന്നത് ഒരു പീസിൽ പൊട്ടറ്റോയും തക്കാളി അതിൻ്റെ മുകളിൽ കോഴിമുട്ട അടങ്ങിയ ഒരു ലെയറായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം. ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുക. ഇത് സ്വന്തമായിട്ട് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ അഫ്ഗാനി ഓംലെറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.